ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്യാപ്ചർ കിറ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് ഈ ഫോട്ടോയിലുള്ള പോലെ ഗൂഗിളിൻ്റെ ടെക്സ്റ്റ് എങ്ങനെ ആഡ് ചെയ്യാമെന്നാണ്. അതായത് ഈ സംഭവം. അപ്പോൾ ഇതെങ്ങനെ ആഡ് ചെയ്യാമെന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന എൻ്റെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ഒക്കെ ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്യുക. വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ലൊരു ഫോട്ടോയാണ്. അതായത് ഈ ഗൂഗിളിൻ്റെ ടെക്സ്റ്റ് വെക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഫോട്ടോയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു ഫോട്ടോ അങ്ങ് എടുത്തു. അത് ഞാൻ ഫോട്ടോ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി ആദ്യം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്കറിയാവുന്ന ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ട്. അതായത് ഇത് മാറ്റ് ക്യാപ്പ് ഇൻസ്റ്റാഗ്രാം ID ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ചേട്ടാൻ്റെ ഒരു ഫോട്ടോ ഞാൻ എടുത്തു. അതായത് ഈ ഗൂഗിളിൻ്റെ ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ പാകത്തിനുള്ളൊരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. അതായത് ഞാൻ ടൈപ്പ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേർ ഐ ക്യാൻ ഗെറ്റ് ദി പീസ് ഓഫ് മൈൻഡ് എന്നാണ്. അപ്പോൾ അതാണ് ഗൂഗിളിനോട് ചോദിക്കുന്ന പോലെ. അപ്പോൾ അത് ചോദിക്കാനാണ്. അപ്പം അതിനുള്ളൊരു ഫോട്ടോ നമുക്ക് കിട്ടി. രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ PicsArt എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ആപ്ലിക്കേഷൻ മതി നമുക്ക്. അല്ലാതെ നമുക്ക് PMG ഫോമോ ഗൂഗിളിൽ നിന്നോ യാതൊരു കണ്ടൻറ്റ് കാര്യങ്ങളൊന്നും ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ രണ്ട് ആപ്ലിക്കേഷൻ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. സോ നമുക്ക് ഒട്ടും സമയം കളയണ്ട, നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ PicsArtലേക്ക് ആ ഫോട്ടോ ആഡ് ചെയ്യുക. പിന്നെ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മൾ നേരെ സ്റ്റിക്കർ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷനാണ്. അതായത് PicsArt ആപ്ലിക്കേഷൻ മാത്രം മതി ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ നേരെ സ്റ്റിക്കർ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷനിൽ പോവാണ്. അപ്പോൾ നമ്മൾ നേരെ സ്റ്റിക്കർ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷനിൽ പോവാണ്. സ്റ്റിക്കർ എടുത്തു. സ്റ്റിക്കർ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ, അതായത് നമ്മൾ സേവ് ചെയ്ത് വെച്ച സ്റ്റിക്കർ എടുക്കുക. അതായത് ഈ സ്റ്റിക്കർ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി ഗൂഗിളിൽ നിന്ന്. അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മൾ ഇതാണ് എടുക്കുന്നത്. അപ്പോൾ ഇതെടുത്തിട്ട് നമ്മൾ എവിടെയാണോ വെക്കേണ്ടത് അവിടെ കൊണ്ടുപോകാം. അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ ചെറുതാക്കി, കുറച്ചുകൂടെ ചെറുതാക്കി. എന്നിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നേരെ ആഡ് ഫോട്ടോ കൊടുക്കുന്നു, എന്നിട്ട് സ്റ്റിക്കർ കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സേവ് ചെയ്ത് വെച്ച ഗൂഗിൾ സെർച്ചും ഐ ആം ഫീലിംഗ് ലക്കി എന്ന് പറഞ്ഞിട്ട് രണ്ടെണ്ണം, അതായത് ഇതിനകത്ത് സ്റ്റിക്കറിൽ പോയിട്ട് മേലെ സെർച്ച് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ പോയിട്ട് വേണമെങ്കിൽ സെർച്ചും ചെയ്യാം. അപ്പോൾ ഞാൻ സേവ് ചെയ്ത് വെച്ചതിനാണ്. അപ്പോൾ ഗൂഗിൾ സെർച്ച് എടുത്തു. നമ്മൾ നേരെ അവിടെ കൊണ്ടുവച്ചു. അതായത് ആ ഫോട്ടോയിൻ്റെ തൊട്ട് താഴെ കൊണ്ടുവച്ചു. അതായത് ഈ ഫോട്ടോയിൽ സെൻറ്ററിൽ കൊണ്ടുപോയി വെക്കാൻ ശ്രമിക്കുക. ഞാനിപ്പോൾ കുറച്ചുകൂടെ മേലേക്ക് വെക്കാൻ പ്ലാൻ ചെയ്തു. ഓക്കെ, നമ്മളത് കൊണ്ടുപോയി. ഇതിൻ്റെ ലൈൻ കാണാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നേരെ ബ്രൈറ്റ്നസ് ലെവൽ കുറച്ച് കുറയ്ക്കണം. അന്നേരം ആ ലൈൻ നമുക്ക് ശരിക്കും കാണും. അപ്പോൾ അങ്ങനെ ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ലൈൻ റെഡിയാണ്. അപ്പോൾ വേണമെങ്കിൽ കുറച്ചുകൂടെ മേലേക്ക് വെക്കുക. നമ്മൾ സൂം ചെയ്തു. ഓക്കെ, ഇപ്പോൾ ആ ഫോട്ടോയിൻ്റെ ഒരു കുറച്ചുകൂടെ താഴെ വെക്കണം എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് താഴെ കൊണ്ടുവയ്ക്കാം. സെൻറ്ററിലേക്ക് വെക്കുക. ഓക്കെ, ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. പക്കയാണ്. എന്നിട്ട് ഇനിയിപ്പോൾ അടുത്തായിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗൂഗിൾ സെർച്ച് എന്ന് പറഞ്ഞ സംഭവം ഇതിൻ്റെ താഴെ കൊണ്ടുവരണം. കറക്റ്റ് സെൻറ്ററിലേക്ക് വെക്കട്ടോ. എന്നിട്ട് ചെറുതാക്കി അതേപോലെ തന്നെ നമ്മൾ സ്റ്റിക്കറിൽ പോകണു. എന്നിട്ട് നമ്മൾ ഫീലിംഗ് ലക്കി എന്ന് പറഞ്ഞിട്ട് അത് എടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഈ ഒരു വലുപ്പാക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ജസ്റ്റ് നോക്കിയോ. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമുക്ക് ഇവിടെ ടെക്സ്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് താഴേക്ക് വേണം ജസ്റ്റ് ചെയ്യണം ടെക്സ്റ്റ്. എന്നിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യണം. അപ്പോൾ ഞാൻ ടൈപ്പ് ചെയ്യാണ്. പീസ് ഓഫ് മൈൻഡ് എന്നാണ്. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൂടെ കൊടുക്കുകയാണ്. ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തു. എന്നിട്ട് നേരെ ടിക്ക് കൊടുത്തു. അതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ അതായത് ഒരു ഹാൻഡ് റൈറ്റിംഗ് സെലക്ട് ചെയ്യണം. അപ്പോൾ ആ ഫോട്ടോയ്ക്ക് പറ്റിയൊരു ഹാൻഡ് റൈറ്റിംഗ് നോക്കുക. അപ്പോൾ ഞാനൊരു ഹാൻഡ് റൈറ്റിംഗ് കണ്ടെത്തി. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരെ അതായത് ഈ സെർച്ചിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ഇത് ചെറുതാക്കി, അതിന് ശേഷം കളർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അത് വെക്കുക. അത് കൊടുത്തിട്ട് നമ്മൾ ബ്ലാക്ക് കളർ കൊടുക്കുക. അതിന് ശേഷം എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരെ ഐ ആം ലക്കി വേർ ഐ ക്യാൻ ഗെറ്റ് പീസ് ഓഫ് മൈൻഡ് എന്നാണ് ഞാൻ ജസ്റ്റ് സെർച്ച് ചെയ്ത്. നമ്മൾ ലാസ്റ്റ് ചെയ്യേണ്ട, അപ്പോൾ നമ്മളിനി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ ഇത് സെലക്ട് ചെയ്യുക. എന്നിട്ട് സ്ട്രോക്ക് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്, അവിടെ പോയിട്ട് നമ്മൾ ഇത് കട്ടി കുറയ്ക്കുക. ഞാനിപ്പോൾ ഒരു 2-3 ഒക്കെ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ഏകദേശം ഫോട്ടോൻ്റെ പരിപാടി കഴിയാനായി. ഇനി നമ്മളിനി അടുത്തായിട്ട് ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്ത സ്റ്റിക്കർ എടുക്കുക. എന്നിട്ട് റീസെൻറ്റ് സ്റ്റിക്കറോ അല്ലെങ്കിൽ ഗൂഗിൾ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്. ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ ഗൂഗിൾ എടുക്കുക. ഗൂഗിൾ എടുത്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ,
പിന്നെ അടുത്തായിട്ട് നമ്മൾ നേരെ ഇതിനകത്ത് പോയിട്ട് സെറ്റ് ചെയ്ത് തരണം. കണ്ടോ, നമ്മൾ ജസ്റ്റ് നോക്കി നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഫോട്ടോൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സേവ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ പോവാം. എന്നിട്ട് നമ്മൾ സേവ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് മേലെ ടിക്ക് ഉണ്ട്, അത് കൊടുക്കുക. അടുത്തിട്ട് നമ്മൾ സേവ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത്ര ഈസി ആയിട്ട് നമുക്ക് പിക്സാർട്ട് യൂസ് ചെയ്ത് ചെയ്യാം. അതായത് പക്കായിട്ട് നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഡിറ്റ് ചെയ്യാം. ഇതിപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നതാണ് ഗൂഗിളിലെ സംഭവം. അപ്പോൾ അടുത്തൊരു വീഡിയോ, ഇതിനും നല്ല വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. സോ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഫോളോ ചെയ്യുക. എന്തെങ്കിലും കണ്ടൻറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക. ഞാൻ എന്ത് ചെയ്തു, വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ മെസ്സേജ് അയക്കുക. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ID ലിങ്ക് ചെയ്യാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ID എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യ കേസാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്കോ സബ്സ്ക്രൈബോ ഷെയറോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ അടിപൊളി വീഡിയോസ് ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും മൈൻഡ് ഔട്ട്.